മലയാലപ്പുഴ ക്ഷേത്രം എന്നത് പ്രശസ്തമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മഹിഷാസുരനെ വധിച്ച ശേഷം അവൾ ഭൂമിയിൽ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ എത്തിയ സ്ഥലങ്ങളിൽ ഒന്നാണ് മലയാലപ്പുഴ. അന്നത്തെ കാലത്ത് ദേവിയെ ഒരു ബ്രാഹ്മണൻ ആരാധിക്കുകയും ദേവി ഒരു കുട്ടിയായി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ കുട്ടിയെ അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി വളർത്തി. പിന്നീട് ആ കുട്ടി പല പല വിദ്യകളും ദിവ്യശക്തികളും പ്രകടിപ്പിക്കുന്നത് അങ്ങനെ ദേവി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും നാം ഇവിടെ ഈ ഒരു സ്ഥലത്ത് എനിക്ക് വാസം ഉറപ്പിച്ചു തരണമെന്ന് ആ ബ്രാഹ്മണനോട് ആവശ്യപ്പെടുകയും പിന്നീട് മലയാലപ്പുഴ ദേശത്തെ മൊത്തം ദേവി രക്ഷിക്കും എന്ന് പറയുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. ഇവിടുത്തെ ദൈവസങ്കല്പത്തിൽ ബാലികാ സങ്കല്പമായാണ് ദേവിയെ ആരാധിക്കുന്നത്. ഇവിടെ രോഗശാന്തിക്കും പ്രശ്നപരിഹാരത്തിനുമായി ആളുകൾ വിശ്വാസത്തോടെ എത്തിച്ചേരുന്നു. കുട്ടികൾക്ക് ഇവിടെ പഠനാരംഭം കുറിക്കുന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാനമായ ഒരു ചടങ്ങാണ്. ക്ഷേത്രത്തിലെ സമയം രാവിലെ 5 മുതൽ 11 മണി വരെയാണ് പ്രവേശന സമയം. വൈകുന്നേരം 5 മണി തൊട്ട് 8 മണി വരെയുമാണ് സമയം. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കറക്റ്റ് 6 കിലോമീറ്റർ മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. മഞ്ചാടി വാരി എറിയുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും ഇവിടെ വളരെ പ്രചാരമേറിയ ഒരു ആചാരമാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും ദോഷങ്ങൾ മാറുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ആചാരം ഇവിടെ നടത്തുന്നത്. കൂടാതെ ഉപമൂർത്തികളായി നാഗരാജാവും നാഗയക്ഷിയും കൂടാതെ സ്വയംഭൂവായ ശിവനും ഒക്കെ ഇവിടെ കാണാം. മറ്റു ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ 8 കൈയോടുള്ള ദേവിയുടെ ഒരു പ്രതിഷ്ഠ വളരെ പ്രശസ്തമാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും അത് വളരെ വ്യത്യസ്തവുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. കൂടാതെ 5 ബലമാടൻ സ്വാമിയും പുറത്ത് കാണാം. ഇവിടുത്തെ നാളികേര മുടക്കിലും അതുപോലെ തന്നെ ഇവിടെ മുറുക്കാൻ വെക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ആചാര രീതി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബോർഡിൽ അതിൻ്റെ വിശദമായ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരെ കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം അതിന് അടുത്തുള്ള പുതിയ വിശേഷങ്ങളും പുതിയ അറിവുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നവരെ ബൈ.